നമ്മളിവിടെ ട്രക്ക് ഓടിക്കുമ്പോഴേ അപ്പോൾ കിടന്ന് ഉറങ്ങാൻ അല്ലെങ്കിൽ നമുക്ക് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലം പെട്രോൾ പമ്പ് തന്നെയാണ്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സേഫ്റ്റിയെക്കുറിച്ചാണ്. നമ്മളിവിടെ ട്രക്ക് ഓടിക്കുകയാണെങ്കിൽ സൗദിയിൽ അപ്പോൾ എവിടെയൊക്കെ നമുക്ക് രാത്രിയിൽ വിശ്രമിക്കാം. അപ്പോൾ ശരിയായിട്ട് സ്ഥലത്ത് വിശ്രമിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അവിടെ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്ത് ഉറക്കം വരുമ്പോൾ ഉടനെ പാർക്ക് ചെയ്ത് സൈഡ് കണ്ടു കിടന്നുറങ്ങരുത്. വെട്ടവും വെളിച്ചവും ഇല്ലാത്തടത്തൊന്നും കിടന്നുറങ്ങരുത്. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ അനുഭവം കൂടെ ഈ വീഡിയോയിൽ കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങൾ ട്രക്ക് ഡ്രൈവറാണ്, സൗദിയിൽ ഓടിക്കുന്നെങ്കിൽ എവിടൊക്കെയാണ് സേഫായിട്ടുള്ള സ്ഥലം? ഞാൻ പറയുന്നു പെട്രോൾ പമ്പാണ് കൂടുതലും സേഫായിട്ടുള്ള സ്ഥലം. നല്ല ഏരിയ ഉള്ള പെട്രോൾ പമ്പാണ്. അപ്പോൾ അതാണ് പറ്റിയ സ്ഥലം. പിന്നെ നമ്മൾ ലോഡ് കൊണ്ടുപോകുന്ന സ്ഥലത്ത്, ഫാക്ടറിയിൽ അകത്തോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്തോ വെട്ടം വെളിച്ചമൊക്കെ ഉള്ള സ്ഥലത്തോ സ്ഥിരമായി ആൾക്കാർ കിടന്നുറങ്ങുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ കൂട്ടത്തോടെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഓടുമ്പോൾ ഒരുമിച്ച് കിടക്കുന്നതോ അതൊക്കെയാണ് സേഫ്റ്റി. അവിടെ ഇവിടെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങരുത്. അത് പിന്നെ മോഷണത്തിനൊക്കെ കാരണമാവാൻ ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവമുള്ളവരും നിങ്ങൾ ശരിയായിട്ടുള്ള നിങ്ങൾ ഓടുന്ന റൂട്ടിൽ ഏതും ആയിക്കോട്ടെ, അപ്പോൾ ദമാം ജിദ്ദയാവാം, ജിദ്ദ ദമാമാവാം, റിയാദാവാം, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് കസീം ആ ഭാഗത്തേക്കാകാം, മദീനയാകാം, അല്ലെങ്കിൽ ജീസാൻ റോഡിലാകാം, അല്ലെങ്കിൽ ജുബൈലിൻ്റെ ആ ഭാഗത്തോട്ടാവാം, എവിടെയും ആയിക്കോട്ടെ നിങ്ങൾ ശരിയായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇതിലൂടെ കമൻ്റ് ഇടാമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം അവിടെ ഉള്ള പെട്രോൾ പമ്പിലെ ആൾക്കാരോടോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നതോടൊക്കെ ചോദിക്കാം. അതുമാത്രമല്ല, അവിടെ പാർക്ക് ചെയ്ത് കിടക്കുന്ന ഡ്രൈവറോടും നമ്മൾ ചോദിക്കണം, ഇവിടെ കിടക്കുന്ന സേഫ്റ്റി ആണോ, വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ പിന്നെ അതുപോലെ മോഷണമോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണം അവിടെ കിടന്നുറങ്ങാൻ. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് നമ്മുടെ തായ്ഫിലോട്ട് വരുമ്പോൾ, ജിദ്ദന്ന് വരികയായിരുന്നു. അപ്പോൾ തായ്ഫിലോട്ട് കയറി മീസാൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ കേരള ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അൽഡ്രിസിൻ്റെ മാത്ത, അവിടെ സേഫ്റ്റി ആണെന്ന് തോന്നുന്നു. ഞാൻ അവിടെ ഇന്നലെ കിടന്നുറങ്ങി. അവിടെ വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കി കണ്ട് കിടന്നുറങ്ങണം. എല്ലായിടത്തും ഒന്നും വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങണം. അത് വിഷയത്തിലേക്ക് പോകും. നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. അത്യാവശ്യം പൈസയോ കാര്യങ്ങളോ ഒക്കെ ഒന്നും പോയാലും കുഴപ്പമില്ല, 1000-500 റിയാൽ എടുത്തുകൊണ്ട് പോയി. പക്ഷേ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ ജീവൻ, അതാണ് പ്രധാനം. അപ്പോൾ അത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ വളരെ ഉത്തരവാദിത്തമാണ്. അവിടെ എവിടെയും പാർക്ക് ചെയ്ത് കിടന്നുറങ്ങരുത്. ആരെയും കുറ്റം പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. സമയത്തുറങ്ങുക, ശരിയായ സ്ഥലത്ത് കിടന്ന് ഉറങ്ങുക, പ്ലാൻ ചെയ്ത് ഉറങ്ങുക. അല്ലെങ്കിൽ സ്ഥലം നമുക്കറിയാൻ വയ്യ, നമ്മൾ കിടക്കാൻ പോകുന്ന സ്ഥലം നമുക്ക് അറിയാൻ വയ്യ, അപ്പോൾ ആരോടെങ്കിലും ചോദിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാം. ഒറ്റയ്ക്ക് കിടന്ന് ഇരുട്ടത്തോ അവിടെ ഇവിടെ ഒന്നും കിടന്നുറങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കേട്ടോ. ജിദ്ദയിലൊക്കെ പോകുമ്പോൾ എവിടെ പാർക്ക് ചെയ്യാം, അതുപോലെ റിയാദിലാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള റൂട്ടുകളിലൊക്കെ പോകുമ്പോൾ ശരിയായിട്ടുള്ള പാർക്കിംഗ് സ്ഥലമൊക്കെ ഒന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഇടാമെങ്കിൽ അത് എനിക്ക് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. ഈ സ്ഥലം റെഡ്വാനാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, റെബൻ. അപ്പോൾ ആ പെട്രോൾ പമ്പിലാണ് ഞാനിപ്പോൾ വന്ന് ആഹാരമൊക്കെ ഒന്ന് കുളിച്ച്, ചെറുതായിട്ടൊക്കെ ഒന്ന് കുളിച്ച്, അവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോയി അവിടെ കുളിച്ചു, ഡ്രസ്സൊക്കെ ഒന്ന് മാറി. പിന്നെ ഇച്ചിരി പിന്നെ കാന ഉണ്ടാക്കുക. അപ്പം ചിക്കൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ സ്ഥലം കണ്ടോ, ഈ പെട്രോൾ പമ്പ് റിബൻ പെട്രോൾ പമ്പാണ്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന് ഇവിടെ അത്യാവശ്യം കിടന്നുറങ്ങാനുള്ള പാർക്കിങ്ങും സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് റെഡ്വാനാണ്, റെഡ്വാൻ. ഓക്കെ, നമ്മൾ ജിദ്ദയിൽ നിന്ന് റിയാദിലോട്ട് പോകുമല്ലോ, അപ്പോൾ അവിടെയാണ് ഈ പെട്രോൾ പമ്പ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ കച്ച പാർക്കിങ്ങും ഉണ്ട്. അത്യാവശ്യം അവിടെ സ്ഥലമില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ റിയാദ് റോഡിൽ, വലിയ റോഡ്, ഖുറൈസ് റോഡ്, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പ്രശ്നമുള്ള ഏരിയകൾ പറയാം. ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് കിടന്നുറങ്ങാം. അൽഗസ ആ ഭാഗത്ത്, റിയാദ്, ദമാം ആ ഭാഗത്തൊക്കെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊന്ന് ഇടണേ കേട്ടോ. പാർക്ക് ചെയ്യുമ്പോൾ ക്യാബിൻ ആ ഭാഗത്ത് വെട്ടവും വെളിച്ചം ഉള്ളിടത്ത് പാർക്ക് ചെയ്യാം. പിന്നെ അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ സേഫ്റ്റി ആയിട്ടുള്ള ലോക്ക് കാര്യങ്ങൾ, ഡോറിനകത്ത് നമുക്ക് കുറ്റിയും കൊളുത്തും ഒക്കെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഡോറ് പെട്ടെന്ന് വെളിയിൽ നിന്ന് തുറന്നാലും തുറക്കാത്ത വിധത്തിൽ കുറ്റിയും കൊളുത്തും ഒക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആയിക്കോട്ടെ, സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കുക. നമ്മുടെ സേഫ്റ്റി പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റോടെ ഏതൊക്കെ സ്ഥലം കൊള്ളാം. പിന്നെ
എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ആയിക്കോട്ടെ, നന്ദി, നമസ്കാരം.